ഹലോ നമസ്തേ ദോസ്തോ, സബ് कैसे ना? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാം, അതിന് എന്തൊക്കെ അക്ഷരങ്ങളാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുക, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിഭക്തി പ്രത്യയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ വിഭക്തി പ്രത്യയമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വേർഡുകൾ കണക്ട് ചെയ്യാം. നമ്മൾ അതിൽ സേ പഠിച്ചു, സേയിൽ എത്ര അർത്ഥങ്ങൾ വരുന്നത് നമുക്കറിയാലോ. കോ പഠിച്ചു. ഇന്ന് പഠിക്കാനുള്ളത് അത് വിഭക്തി പ്രത്യയത്തിൽ തന്നെ പെടുന്ന ക, കി, കെ. ക, കി, കെ, ഇത് മൂന്ന് അക്ഷരങ്ങളാണെങ്കിലും ഇതിനൊക്കെ വരുന്ന അർത്ഥം സെയിം ആണ്. ഇതിനും വരുന്നുണ്ട് നമ്മൾ സേ പഠിച്ചതുപോലെ കോ പഠിച്ചതുപോലെ ഒന്നിലധികം അർത്ഥങ്ങൾ. എന്തൊക്കെ നോക്കാം. ഓക്കെ, ഇന്റെ, ആദ്യത്താണ് ഇന്റെ. ഇന്റെ എന്ന് പറയും എന്റെ, നിന്റെ, അവന്റെ, കൂട്ടുകാരന്റെ, പിതാവിന്റെ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരില്ലേ. ഇത് നമ്മൾ കാക്കിക്കയാണ് യൂസ് ചെയ്യാം. അടുത്തതാണ് യുടെ. യുടെ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ, യൂസുഫ് അലിയുടെ, സിനിമയുടെ, കടയുടെ, ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരില്ല. ഇത് പറയണമെങ്കിൽ കാക്കിക്കെ. ഇത് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ചാണ് കാക്കിക്കെ. കാ വേണോ, കി വേണോ, അല്ലെങ്കിൽ കെ വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു അർത്ഥമാണ് ഉള്ള. ഉള്ള എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഉള്ള എന്ന് പറഞ്ഞാൽ നമുക്കിടയിലുള്ള, അല്ലെ, അല്ലെങ്കിൽ അവിടെയുള്ള, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരില്ല. ഇതിനും കാക്കിക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ലെ. ലെ എന്ന് ഒരർത്ഥം വരണമെങ്കിലും കാക്കിക്കെ തന്നെ യൂസ് ചെയ്യണം. എന്ന് പറയാം രാജ്യത്തിലെ, കേരളത്തിലെ, ഷോപ്പിലെ, റൂമിലെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ. ഇത് പറയണമെങ്കിലും കാക്കിക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം ഈ കിതാബ് രാം കി ഹെ. ഈ കിതാബ് രാം കി ഹെ. അവിടെ കീ ആണ് യൂസ് ചെയ്തത്. അവിടെ എന്താണ് അർത്ഥം? ഈ പുസ്തകം രാമന്റേതാണ്. അവിടെ ഡേ എന്നാണ് അർത്ഥം വന്നത്. ഈ കിതാബ്, ഈ പുസ്തകം രാമന്റേതാകുന്നു. രാമന്റെ, അവിടെ എന്റെ ചേർക്കാനാണ് അവിടെ കീ വന്നത്. ഈ കിതാബ് രാം കി ഹെ. ഓക്കെ, അടുത്തത് സീത കാ ഗർ ബഡാ ഹെ. അവിടെ ക ആണ് വന്നത്, അല്ലെ. മുകളിൽ വന്നത് കീ ആയിരുന്നു, ഇവിടെ വന്നത് കീ ആണ്. മുകളിൽ വന്നത് കീ ആയിരുന്നു, ഇവിടെ വന്നത് ക ആണ്. ഓക്കെ, സീത കാ ഗർ ബഡാ ഹെ എന്ന് പറഞ്ഞാൽ സീതയുടെ എന്നാണ് അർത്ഥം. സീതയുടെ വീട് വലുതാണ്. ഓക്കെ, സീതയുടെ വീട് വലുതാണ്. സീത കാ ഗർ ബഡാ ഹെ. അടുത്ത് നോക്കാം. പിതാജി കാ നാം രാജേഷ് ഹെ. പിതാജി കാ, അവിടെ കാ അല്ല വന്നത്. പിതാജി കാ നാം രാജേഷ് ഹെ. എന്തുകൊണ്ട് കാ വന്നത്? അത് കൃത്യ ടെക്നിക്കലായിട്ട് പറയണമെന്നെങ്കിൽ നാമം എന്നത് ഒരു പുല്ലിംഗമാണ്. അപ്പോൾ പുല്ലിംഗത്തിനോട് കൂടെ കായാണ് വരിക. സ്ത്രീലിംഗത്തോട് കൂടെ കീ ആണ് വരിക. ബഹുവചനത്തോട് കൂടെ കെ ആണ് വരിക. അതാണ് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള വശം. സ്ത്രീലിംഗം പ്ലൂറൽ ആണെങ്കിലോ അവിടെയും കീ തന്നെയാണ് വരിക. അങ്ങനെയാണ് ക, കി, കെ എവിടെ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോയാലാണ് നമുക്ക് അതിന്റെ ഒരു ഏതാണ്ട് ഐഡിയ കിട്ടുക. പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കണം. ക എന്ന് പറഞ്ഞാൽ, കി എന്ന് പറഞ്ഞാൽ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ, യുട, ഉള്ള, ലെ എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ ഒരാൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാനും സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. മേരി ബഹൻ കി ഗാഡി ലാലാ ഹെ. മേരി ബഹൻ കി ഗാഡി ലാലാ ഹെ. ഓക്കെ, ഇവിടെ കീ ആണ് വന്നത്. ഇവിടെ എന്താണ് അർത്ഥം? എൻ്റെ സഹോദരിയുടെ വണ്ടി ചുവപ്പാണ്. ലാല, ചുവപ്പ്. മേരി ബഹൻ കി ഗാഡി ലാലാ ഹെ. ഓക്കെ, ഇവിടെ എന്താണ് കീ വന്നത്? കാരണം ഗാഡി എന്നുള്ളത് ഫെമിനിയൻ ജെൻഡർ ആണ്, അതുകൊണ്ടാണ് കീ വന്നത്. ഓക്കെ, ഇനി അവിടെ എന്തെങ്കിലും പുല്ലിംഗമായുള്ള കാര്യമാണ് പറഞ്ഞെങ്കിൽ ആ കീ മാറിയിട്ട് കാ വന്നിരുന്നു. ഓക്കെ, അടുത്തൊരു അർത്ഥം നോക്കാം. ചാൽ കാ പാനി സാഫ് ഹെ. ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കായലില്ലേ, അതിനാണ് ചാൽ എന്ന് പറയാം. അപ്പോൾ ചാൽ കാ പാനി സാഫ് ഹെ എന്ന് പറഞ്ഞാൽ അവിടെ കാ എന്ന് പറഞ്ഞ സംഗതിയുടെ അർത്ഥം ലേ എന്നാണ്. ലേ, കായലിലെ, ആ ലേ കിട്ടാനാണ് ഇവിടെ കാ വന്നത്. ഓക്കെ, നേരത്തെ ഇന്ത്യ കിട്ടാനാണ് കാ യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ലേ എന്ന് പറയുന്ന അർത്ഥം കിട്ടാനാണ് കാ യൂസ് ചെയ്തത്. അപ്പൊ ചാൽ കാ പാനി സാഫ് ഹെ. സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി എന്നാണ്. അപ്പോ കായലിലെ പാനി ശുദ്ധമാണ്, വൃത്തിയുള്ളതാണ്. ചാൽ കാ പാനി സാഫ് ഹെ. അടുത്ത് ബഗീജ കാ പേഡ് ഊച്ച് ഹെ എന്ന് പറഞ്ഞാൽ തോട്ടത്തിലെ മരം വലുതാണ്, ഉയരമുള്ളതാണ് എന്നാണ്. ബഗീജ എന്ന് പറഞ്ഞാൽ തോട്ടം. ബഗീജ കെ എന്നാണ്. അവിടെ കെ ആണ് വന്നത്. കെ എന്താ? മരങ്ങളെ കുറിച്ചാണ്, പ്ലൂരൽ ആണ്, അല്ലെ. അപ്പോ മരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കെ വന്നു. ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അവിടെ ക വന്നിരുന്നു. ഓക്കെ, ഇനി തോട്ടത്തിലെ മരം
ഉയരമുള്ളതാണ്. ബഗീജ കെ പേഡ് ഊച്ചേ ഹേ. ഊച്ചേ ഹേ എന്ന് പറഞ്ഞാൽ ഉയരമുള്ളതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഹം ദോനോ കെ. ഹം ദോനോ കെ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എന്താണ് അർത്ഥം? അവിടെ ഒരു കെ വരുന്നില്ലേ? ഹം ദോനോ കെ. അവിടെ കെ ആണ് വന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു കെ എന്ന് പറഞ്ഞ ഒരു പ്ലൂറൽ ആയതുകൊണ്ടാണ് കെ വന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം വരിക? അവിടെ ഇന്റെ വരുമോ യുടെ വരുമോ ഉള്ളവർ എന്താണ് അർത്ഥത്തിനോട് ഒരു ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? ഞങ്ങൾ രണ്ടു പേരുടെയും ഇടയിലുള്ള. ഹം ദോനോ കെ, അതാണ് അവിടുത്തെ കെന്റെ അർത്ഥം. ഇടയിലുള്ള എന്ന് പറയാനാണ് അവിടെ കെ യൂസ് ചെയ്തത്. ആ വേർഡ് കണക്ട് ചെയ്യാനാണ് അവിടെ കെ. ഓക്കെ, ഹം ദോനോ കെ. ഹം ദോനോ കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള എന്നാണ്. ഓക്കെ, ഇനി അവിടെയുള്ള എന്ന് പറയുകയാണെങ്കിലോ വഹാം കെ. വഹാം കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എന്നാണ് പറയാം. ഓക്കെ, ഇനി രാജ്യത്തിൽ എന്ന് പറയണമെങ്കിലോ രാജ്യം എന്ന് പറയുക ദേശ് എന്നാണ് പറയാം. അപ്പോൾ ദേശ് കെ. ദേശ് കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക കി കെ യൂസ് ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ക കി കെ മൂന്നെണ്ണത്തിനും ഒറ്റ അർത്ഥങ്ങൾ തന്നെയാണ്, ഒരേ അർത്ഥങ്ങൾ തന്നെയാണ് വരുന്നത്. ഇന്റെ, യുട, ഉള്ള, ലെ. ഈ 4 അർത്ഥങ്ങളാണ് ക കി കെ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിന് വരുന്നത്, ആ ഒരു അക്ഷരങ്ങൾക്ക് വരുന്നത്. കായും കീയും കെയും ഒക്കെ എന്താണോ സെന്റൻസ്, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ചാണ് ക വെക്കണോ കീ വെക്കണോ കെ വെക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് പെർ എന്നും മേ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റ് ഇടണം. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വായിക്കണം അല്ലെങ്കിൽ ഒരുപാട് കേൾക്കണം. ഇങ്ങനെ പറയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ സ്റ്റാർട്ടിങ് ഇത് തന്നെയാണ്, നമുക്ക് മനസ്സിലാക്കുക. പതിയെ 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 ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക. വീഡിയോ കിട്ടിക്കൊണ്ടേയിരിക്കും. ओके, അപ്പോൾ ധന്യവാദ്. अगले वीडियो में फिर मिलेंगे.